സുഹൈൽ തുടരൂ. MC നാസർ കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നുണ്ട്. നാസർ, ഇന്ന് വ്യാപക ആക്രമണമാണ് ലബനാനിൽ കണ്ടത്. എന്തെല്ലാം ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയും ലബനാനും? രശ്മ, വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ഇന്നും തുടർന്നിട്ടുണ്ട്. ഏതാണ്ട് നൂറുകണക്കിന് മിസൈലുകളാണ് നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും വന്ന് പതിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെയും ആളപായങ്ങളുടെയും കൃത്യമായിട്ടുള്ളൊരു വിവരം പോലും ഇസ്രായേൽ നേതൃത്വം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഈ ഹിസ്ബുള്ള അയച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന ഒരു പ്രതികരണം മാത്രമാണ് സൈനിക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഹൈഫയിലും മറ്റും വലിയ തോതിലുള്ള ആളപായം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇസ്രായേൽ മാധ്യമങ്ങൾ ചിലത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു വ്യാഖ്യാനമോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രിയും ഇപ്പോൾ ഈ സമയത്തും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ലബനാൻ്റെ പല ഭാഗങ്ങളിലേക്കും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 800ഓളം ആക്രമണങ്ങൾ ഈ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നു. 2006 ശേഷമുള്ള ഇത്രയും വ്യാപ്തി കൂടിയിരിക്കുന്ന ആക്രമണങ്ങളിൽ സിവിലിയൻ കൂട്ടക്കുരുതി വലിയ തോതിൽ തന്നെ തുടരുമെന്ന ആശങ്ക കൂടിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് കരയുദ്ധത്തിനു കൂടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേലി സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ഇപ്പോൾ യോവ് ഗാലന്റും നെതന്യാഹുവും വ്യക്തമാക്കുന്നത് അതിർത്തി പ്രദേശത്തോട് ചേർന്ന ഭാഗങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ തുരത്തുക എന്നൊരു ലക്ഷ്യം നടപ്പാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയും വ്യാപ്തിയോടുകൂടി ആക്രമണം തുടരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു ആക്രമണത്തിലൂടെ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകളിൽ നല്ലൊരു പങ്കും ഹിസ്ബുള്ളയുടേത് തകർക്കാൻ തങ്ങൾക്ക് സാധിച്ചതായിട്ടും ഇസ്രായേൽ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. ഇനി അടുത്ത നീക്കം എന്നത് സ്വാഭാവികമായിട്ടും ഒരു കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമോ എന്നതാണ്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതിനും വലിയ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ യുദ്ധം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങും. അല്പം മുമ്പ് ഇറാൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. തങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയില്ല, ലബനാനിലെയും ഗസയിലെയും ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ രംഗത്തിറങ്ങുമെന്ന ഒരു സൂചനയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ വന്നിരിക്കുന്നത്. അതേസമയം ഒരു നയതന്ത്ര നീക്കം ഏതെങ്കിലും നിലയ്ക്ക് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇറാൻ അതിനെയായിരിക്കും പിന്തുണയ്ക്കുക. പക്ഷേ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ ഇറാൻ നേതൃത്വം പോലും പറയുന്നത് അമേരിക്കയെയും ഇറാനെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള നെതന്യാഹുവിൻ്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ അത് വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കും. അതുതന്നെയാണ് ജോർദാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഭയപ്പെടുന്നതും. കാരണം അത്തരമൊരു യുദ്ധം വരികയാണെങ്കിൽ അത് ഇറാഖിലും സിറിയയിലും യമനിലും ഒക്കെ പടരുന്ന ഒരു യുദ്ധമായിട്ട് മാറുമെന്ന ഒരു ആശങ്ക കൂടിയുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആകെ വന്നിരിക്കുന്ന ഒരു പ്രതികരണം ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള എല്ലാ ഉറപ്പും തങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ സൈന്യത്തെ മേഖലയിലേക്ക് അയക്കാനുള്ള തീരുമാനം അമേരിക്ക കൈക്കൊണ്ടതായിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് യുദ്ധവാഹിനി കപ്പലുകൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നൊരൊറ്റ ലക്ഷ്യത്തിലൂന്നിയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധം ഈ മേഖലയ്ക്ക് വരുത്തിവെക്കും. അതിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നയതന്ത്ര ദൗത്യത്തിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ പോലും, ഈ രാത്രിയിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഉത്തരം ഇല്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുത. രേഷ്മ.